ഇരട്ടച്ചങ്കൻ എന്ന് പേരിട്ട് വിളിക്കുന്ന മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷം ആഘോഷിക്കുന്ന തിരക്കിലാണ് CPI. എന്നാൽ ഇതൊക്കെ വലിയ തട്ടിപ്പാണെന്നുള്ള സത്യം അവർ അറിയുന്നില്ല. RSSുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാക്കിയ ധാരണ അത് അമിത്ഷായെ കണ്ടതിന് ശേഷം വളരെ ഭംഗിയായി നടത്തിയതാണ് പിണറായി വിജയൻ. RSSന്റെ ആശീർവാദത്തോടെ തന്നെ CPIയെ പച്ചക്ക് പറ്റിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. CPIയുടെ എതിർപ്പുണ്ടാകുമെന്നും അതിനെ അതിജീവിക്കാൻ തങ്ങൾ ഏത് വഴിയും സ്വീകരിക്കുമെന്നും സംഘപരിവാറിന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പിണറായി വിജയൻ ഈ നാടകമെല്ലാം കളിച്ചത്. അത് മനസ്സിലാക്കാൻ CPIക്ക് ആയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ വിജയിച്ചു എന്ന മട്ടിൽ ആഘോഷിക്കുകയാണ് ബിനോയ് വിശ്വവും സംഘവും. അതായത് PM ശ്രീയിലെ തുടർ നടപടി നിർത്തിവെക്കാൻ കേരളം തീരുമാനിച്ചുവെങ്കിലും അന്തിമ തീരുമാനം അത് കേന്ദ്രം തന്നെ കൈക്കൊള്ളും. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉണ്ടാക്കിയ ഉപസമിതി ഉടനൊന്നും റിപ്പോർട്ട് നൽകാൻ പോകുന്നില്ല. അതൊരു കണ്ണിൽ പൊടിയിടുന്ന സൂത്രം മാത്രമായിരുന്നു. തടഞ്ഞുവച്ച SSK ഫണ്ടിലെ ആദ്യ ഗഡുവായ 300 കോടി കിട്ടാനിരിക്കെയാണ് PM ശ്രീയിലെ ഈ പിന്നോട്ട് പോക്ക് എന്നത് അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമേ അല്ല. അമിത്ഷായുമായും അതുപോലെ കേന്ദ്രത്തിലെ PM ശ്രീ അധികാരികളുമായൊക്കെ സംസാരിച്ചുറപ്പിച്ചതിന് ശേഷവും മുഖ്യമന്ത്രിക്കുണ്ടായ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് കേരളത്തിൽ തങ്ങളുടെ ഘടകകക്ഷിയായ CPIയെ തന്നെയായിരുന്നു. അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് BJP നേതൃത്വത്തോട് തന്നെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അത് പ്രകാരം കിട്ടിയ ഉപദേശപ്രകാരം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി ഏത് വഴി വേണമെങ്കിലും സ്വീകരിച്ചാലും കുഴപ്പമില്ല, അതിനുശേഷം തങ്ങൾ കേന്ദ്രം നോക്കിക്കൊള്ളാമെന്ന മറുപടിയാണ് പിണറായിക്ക് കിട്ടിയത്. അതുപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നാടക നീക്കങ്ങൾ മുഴുവനും. പച്ചയായ പറ്റിക്കൽ. ഇനി CPIക്ക് കീഴടങ്ങിയാലോ ഇല്ലെങ്കിലോ അത് ഒപ്പിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം വെറും നാടകം മാത്രമായിരുന്നു. ഇനി എന്തെങ്കിലും തരത്തിൽ പിന്മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രം തന്നെ വിചാരിക്കണം. അവിടെയാണ് അധികാരം മുഴുവനും ഉള്ളത് ആ ധാരണാപ്രകാരം. പിന്നെ കേരളത്തിൽ നിന്നും CPIയും CPMും ഇങ്ങനെ തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ ബിനോയ് വിശ്വം കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ നാടകം കളിച്ചത് എന്നും സംശയിക്കുന്നവരുണ്ട്. പക്ഷെ CPIയുടെ പ്രവർത്തകർ പാവം ഒന്നും അറിഞ്ഞിട്ടില്ല. അവർ എല്ലാം വിശ്വസിച്ചു. വിജയാഹ്ലാദത്തിലാണ് ഇപ്പോഴും. നാടകത്തിൻ്റെ അവസാനം ഒരു ഉപസമിതി കൂടി വരുന്നുണ്ട്. അതേറ്റവും വലിയ തട്ടിപ്പാണ്. അതായത് PM ശ്രീയിൽ ആരും അറിയാതെ പോയി തലയിൽ മുണ്ടിട്ട് ഒപ്പുവച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി എന്നത് രൂപീകരിക്കുന്നത് പരമവിഡിത്തമെന്ന് CPIക്ക് തന്നെ നന്നായി അറിയാം. ഒപ്പുവെക്കുന്നതിന് മുൻപല്ലേ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോഴായിരുന്നു സമിതി വേണ്ടത്. ഇത് ആ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ഇത് CPIയെ പറ്റിക്കാനാണ് ചെയ്തത്. ഇതിൽ നിന്നും മാറുമെന്ന് പറയാൻ മുഖ്യമന്ത്രി ഭയക്കുമ്പോൾ തന്നെ CPIയെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയമുള്ളവൻ ആക്കുന്നത് എങ്കിൽ ആ ഭയം മാത്രമാണ് ഇപ്പോഴും പിണറായിക്കുള്ളത്. അതിനായി CPIയെ നൈസായി പറ്റിക്കുകയായിരുന്നു പിണറായി ചെയ്തത്. ഇനി 6 മാസം എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരടവ് മാത്രമാണ് ഇത്.